മലർവാടി ആർട്സ് ക്ലബ്ബ് ഒരു പിടി പുതുമുഖങ്ങളുമായിട്ടാണ് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. നായകനായി പിന്നീട് നടനായി പ്രേക്ഷകരുടെ പ്രിയതാരമായി മാറിയ വിനീത് പുതിയ ചിത്രത്തെക്കുറിച്ച് ഇന്ന് എന്റർടൈൻമെന്റ് ന്യൂസിലൂടെ മനസ്സ് തുറക്കുന്നു. ആദ്യം ചില ദൃശ്യങ്ങളിലേക്ക്. ഈ മലർവാടിയിലെ പിള്ളേരോടെ പോയി കിടക്കുക. അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലൊന്നും അവന്മാരില്ല. ഒരുപാട് കഴിവുള്ള കുട്ടികളാണ്. ഹലോ, ഇത് രേവതിയുടെ വീടാണോ? കാശുള്ളവന് മാത്രമുള്ളത് ഈ ലോകം. അതില്ലാത്തവന് ഇവിടെ എല്ലാം ബാധ്യതകളാണ്. നമ്മൾ ഒരുമിച്ചാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഈ നാടറിയണം. വിനീത് ശ്രീനിവാസൻ കൊച്ചിയിൽ നിന്നും എന്റർടൈൻമെന്റ് ന്യൂസിനൊപ്പം ചേരുന്നു. വിനീത്, എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം ഗായകനായി, ഇപ്പോൾ നടനായി, പിന്നീട് ഇപ്പോൾ പുതിയ റോളിലും എത്തിയിരിക്കുന്നു. എങ്ങനെയുണ്ട് സംവിധായകനായുള്ള തുടക്കം? തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. നമുക്ക് കേരളത്തിന്റെ എല്ലാ ഭാഗത്തുനിന്നും തിയേറ്റേഴ്സിൽ നിന്ന് ഭയങ്കര റെസ്പോൺസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കാലമായിട്ട് നമ്മൾ ഞാൻ സ്വപ്നം കണ്ട ഒരു ദിവസം, അത് സ്വപ്നം കണ്ടതിനേക്കാളും നന്നായിട്ടുള്ള രീതിയിൽ ആളുകൾ ഇതിനോട് പ്രതികരിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. വിനീത്, നേരത്തെ ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ വിനീതിന്റെ സുഹൃത്ത് ഷാൻ എന്റർടൈൻമെന്റ് ന്യൂസിൽ വന്നപ്പോൾ പറഞ്ഞത് വിനീത് വളരെ ടെൻഷനിലാണ്, മൊബൈലൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് അന്ന് മുങ്ങിയാലോ എന്നൊക്കെ പറഞ്ഞതാണ്. ഇപ്പൊ ടെൻഷനൊക്കെ മാറിയോ? തീർച്ചയായിട്ടും ഇപ്പൊ ടെൻഷനൊക്കെ മാറി. ടെൻഷനൊന്നുമില്ല, മുങ്ങേണ്ട ആവശ്യമില്ല. ഏതായാലും ആളുകള് നമ്മുടെ സിനിമ ഇഷ്ടപ്പെടുന്നുണ്ട്, അവരത് അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതുവരെ ഒരു നെഗറ്റീവ് കമന്റ് പോലും എനിക്ക് കിട്ടിയിട്ടില്ല. എല്ലാ ഭാഗത്തുനിന്നും നല്ല റെസ്പോൺസ് ആണ്. പ്രത്യേകിച്ച് ഫാമിലി അടക്കം, നമ്മളിതൊരു ചെറുപ്പക്കാരുടെ സിനിമ എന്നുള്ള രീതിയിലാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ഫാമിലി ക്രൗഡ് അടക്കം ഇത് ഒരുപാട് എൻജോയ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് എനിക്കിപ്പോ റിവ്യൂ വന്നുകൊണ്ടിരിക്കുന്നത്. വിനീത്, പുതുമുഖങ്ങളാണ് ചിത്രത്തിൽ. മനശ്ശേരി ഗ്രാമത്തിൽ നിന്നും വരുന്ന മലർവാടിക്കൂട്ടം എന്താണ് പ്രേക്ഷകരോട് പറയാൻ ശ്രമിക്കുന്നത്? വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു സൗഹൃദമാണ് ഇവര് ജനങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നാട്ടുമ്പുറത്തെ സൗഹൃദം എന്ന് പറയുന്നത് അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഡെപ്ത് ഉണ്ട്, അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ആത്മാർത്ഥതയുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും റിഫ്ലക്ട് ചെയ്യുന്ന ഒരു സിനിമയാണ്. സൗഹൃദത്തെയും സുഹൃത്തുക്കളെയും സ്നേഹിക്കുന്ന എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിൽ ഉണ്ടായിരിക്കും. ആളുകൾ ഭയങ്കരമായിട്ട് അത് ആസ്വദിക്കുന്നുമുണ്ട്. വിനീത്, എങ്ങനെയാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്യണമെന്ന് എന്നൊരു ആഗ്രഹം മനസ്സിലുണ്ടാകുന്നത്? എപ്പോഴാണ്, എങ്ങനെയാണ് മലർവാടി തുടങ്ങുന്നത് മനസ്സിൽ? സിനിമ ചെയ്യണമെന്നുള്ള ആഗ്രഹം തുടങ്ങുന്ന ഒരു 10 വർഷം മുമ്പാണ്. ഞാൻ +1 +2 ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ ആഗ്രഹം തുടങ്ങുന്നത്. മലർവാടിനെ പറ്റി ആലോചിച്ചു തുടങ്ങിയത് 2008 സെപ്റ്റംബറിലാണ്. അപ്പോൾ അന്ന് തൊട്ട് ഉള്ളൊരു ആലോചന എന്ന് പറയുന്നത് മലർവാടിനെ പറ്റി മാത്രമാണ്. അപ്പോൾ ഇന്നതിൻ്റെ ഒരു ഫലം കണ്ട ദിവസമാണ്. എന്തായാലും വിനീതിനെ കുറിച്ച് പറയുമ്പോൾ അച്ഛൻ ശ്രീനിവാസിന്റെ കാര്യം കൂടി ചോദിക്കാതെ വയ്യ. അദ്ദേഹം എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നോ? സിനിമ കണ്ടിരുന്നോ എന്ന്? അച്ഛൻ റിലീസിന് മുമ്പ് തന്നെ സിനിമ കണ്ടിരുന്നു. ഇതിന്റെ ഫൈനൽ മിക്സിംഗ് കഴിഞ്ഞതിന് ശേഷം അച്ഛനെ DLSൽ വിളിച്ച്, ഞങ്ങൾ സ്റ്റുഡിയോയിൽ വിളിച്ച് കാണിച്ചിരുന്നു. അച്ഛൻ ആ സമയം തന്നെ നല്ല അഭിപ്രായം പറഞ്ഞതാണ്, ഇത് ആളുകൾക്ക് ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഇതുവരെ ഞാനത് പുറത്ത് പറയാതിരുന്ന അങ്ങനെ ഒരു അഭിപ്രായം വന്ന് പടം ഓവർ ഹൈപ്ഡ് ആവണ്ട എന്നുള്ളൊരു രീതിയിലാണ് ഞങ്ങളത് അങ്ങനെ ഒരു ഇതുവരെയുള്ള ഇന്റർവ്യൂസിലൊന്നും അത് പറയാണ്ടിരുന്നത്. പക്ഷെ ഇനി എനിക്കത് പറയാം, കാരണം അച്ഛൻ്റെ അതേ അഭിപ്രായമാണ് ഇന്ന് ജനങ്ങളും പറയുന്നത്. ഇനി എന്തായാലും ചെറിയ പ്രായത്തിൽ തന്നെ സംവിധാന രംഗത്തേക്ക് അച്ഛന്റെ ഒരു വലിയ പിന്തുണ ഉണ്ടെന്ന് പറയാമോ? എനിക്ക് അത്ര ചെറിയ പ്രായമല്ല, എനിക്ക് 25 വയസ്സുണ്ട്. തീർച്ചയായിട്ടും അച്ഛൻ്റെ ഒരു ഗൈഡൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എഴുത്തിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും ഓരോ തവണ ഡ്രാഫ്റ്റ് എഴുതുമ്പോഴും ഞാൻ ചെന്ന് വായിച്ച് കൊടുക്കുമായിരുന്നു. അപ്പൊ അതിലുള്ള
തെറ്റുകുറ്റങ്ങളൊക്കെ പറഞ്ഞു തരുമായിരുന്നു. അപ്പോൾ ആ രീതിയിലുള്ളൊരു ഒരു ഗൈഡൻസ് തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും വിനീത് ഇങ്ങനെ ഒരു സിനിമ എടുക്കുന്നത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടതും മറ്റൊരു കാര്യം വിനീത് ആദ്യമായി ചെയ്യുന്നു എന്നത് ഒപ്പം തന്നെ പുതുമുഖ താരങ്ങളാണ് നായികയായി വരുന്നതും നായകന്മാരാകുന്നതും 5 പേര്. ഇവരെയൊക്കെ കണ്ടെത്തിയതും അത്തരം കാര്യങ്ങളെ കുറിച്ച് എങ്ങനെയാണ് പുതുമുഖങ്ങളെ വെച്ചൊരു സിനിമ ആദ്യമായി ചെയ്യാൻ ധൈര്യപ്പെടുന്നത്? മനസ്സിലുള്ള കഥകളൊക്കെ പുതുമുഖങ്ങളെ കുറിച്ചിട്ട് തന്നെയായിരുന്നു. പിന്നെ പുതുമുഖങ്ങളെ വെച്ചുകൊണ്ട് തന്നെ ഒരു സിനിമ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ മനസ്സിൽ വരുന്നതും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതും ഒക്കെ ചെറുപ്പക്കാരുടെ കഥയും അങ്ങനെയുള്ള കഥാസന്ദർഭമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സിനിമ തന്നെ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു ത്രെഡ് ഞാൻ അച്ഛൻ്റെ അടുത്ത് പറയുന്നത് 2008-ലാണ്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ പറഞ്ഞിരുന്ന ആശയങ്ങളൊന്നും അച്ഛന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഇത് കേട്ടപ്പോൾ ഇത് സാധ്യതയുള്ളൊരു സബ്ജക്റ്റാണ്, ഇത് വർക്ക് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാനിത് പ്രൊസീഡ് ചെയ്യുന്നത്. വിനീത് ഗായകനായി, നടനായി, സംവിധായകനായി ഇനി എന്താണ് അടുത്ത റോൾ? എനിക്കറിയില്ല. കഴിഞ്ഞൊരു 1.5 വർഷത്തോളം വേറൊന്നും ആലോചിച്ചിട്ടില്ല. മലർവാടിനെ പറ്റി മാത്രമേ ആലോചിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇനി ഏതായാലും 1-2 കൊല്ലത്തേക്ക് എന്തായാലും സംവിധാനം ഇല്ല. കാരണം ഇതൊരു ജോലിയാക്കാൻ എനിക്ക് താല്പര്യമില്ല. പാട്ട് തീർച്ചയായിട്ടും കണ്ടിന്യൂ ചെയ്യണം. നല്ല സിനിമകൾ വരികയാണെങ്കിൽ സിനിമകൾ ചെയ്യണം. ബാക്കി കാര്യങ്ങളൊക്കെ വരുന്ന പോലെ നോക്കാം. വിനീത് പാട്ടുകളെ കുറിച്ചുകൂടി ഒപ്പം വിനീത് ഒരു 2 വരി പാടി കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്നു. പാട്ടുകളെ കുറിച്ച് നമ്മുടെ ഷാൻ റഹ്മാനാണ് ഇതിന്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ എല്ലാ ടൈപ്പിലുള്ള പല വിഭാഗത്തിലുള്ള പാട്ടുകൾ ഈ സിനിമയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ചെറുപ്പക്കാരെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. പൊതുവെ ഞാൻ ഇതുപോലെ പ്രോഗ്രാമിന് വന്നു കഴിഞ്ഞാൽ എനിക്ക് പാടാൻ ചെറിയ മടിയാണ്. പ്രത്യേകിച്ച് ഞാൻ പ്രാക്ടീസൊക്കെ വിട്ടു നിൽക്കുന്നതുകൊണ്ട് എനിക്ക് മടിയാണ്. പക്ഷെ ഇന്ന് എനിക്ക് പാടാൻ ഒട്ടും മടിയില്ല. പിച്ചിങ് ഒന്നും പോയാലും കുഴപ്പമൊന്നുമില്ല. മാന്യമഹാജനങ്ങളെ മാന്യതമോട് പടം മാറ്റണേ, യൗവനകാലമതി മധുരമേ, ഉന്മദലഹരിയിലറടണേ. ഇനി ഇതെല്ലാ ആശംസകളും നേരുകയാണ്. എന്തായാലും ആദ്യ ദിവസം തന്നെ മലർവാടിക്ക് നല്ല പ്രതികരണമാണ്. തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിലും വിനീതിന്റെ ഈ ആദ്യ സംരംഭം വലിയൊരു വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുകയാണ്. കൂടുതൽ നല്ല ചിത്രങ്ങൾ ഇനിയും വിനീതിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. എല്ലാ ആശംസകളും ഒരിക്കൽ കൂടി.